പുരുഷന്മാർ ബെഡ്റൂമിൽ ചെയ്യുന്ന 4 മിസ്റ്റേക്കുകൾ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്പീഡായിട്ട് എന്തോ ചെയ്ത് തീർക്കാൻ എന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അതായത് കൃത്യമായി ഫോർ പ്ലേ ചെയ്യാതിരിക്കുക, കൃത്യമായ റൊമാൻസും കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത്. ഇപ്പോൾ ആ ഒരു ലവ് മേക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ബെഡ്റൂമിന് പുറത്തുനിന്ന് തന്നെ ചെറിയ കിസ്സിങ്, ഹഗ്ഗിങ് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യാം. നന്നായി ആ ഒരു ബെഡ്റൂമിലോട്ട് വരുമ്പോൾ ഫോർ പ്ലേയും കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്ത് നല്ല രീതിയിൽ ആ ഒരു സെക്ഷൽ ലൈഫ് കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കിടയിൽ ആ ഒരു റിലേഷൻഷിപ്പും ആ ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പല ആൾക്കാരും ഒരേ രീതിയിൽ തന്നെ ആയിരിക്കും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡിഫറൻറ്റ് പൊസിഷൻസുകൾ, ഡിഫറൻറ്റ് ആംബിയൻസുകളും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ള സെക്ഷൽ അനുഭവവും കാര്യങ്ങളൊക്കെ സമ്മാനിക്കുന്നതാണ്. അടുത്ത കാര്യം എന്ന് പറയുന്നത് ആ പുരുഷന് കൃത്യമായിട്ടുള്ള സംതൃപ്തി കിട്ടിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ അവന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊന്നും പങ്കാളിൻ്റെ അടുത്ത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അവന് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയതിനെ പറ്റിയിട്ടും അവൻ ആ ഒരു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് ആ ഒരു സ്ത്രീ പങ്കാളിക്ക് കുറച്ചും കൂടി സന്തോഷം നൽകുന്ന കാര്യങ്ങളായിരിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതും വളരെ അനിവാര്യമാണെന്നുള്ളതാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് പല ആൾക്കാരും ഒരു ഓട്ട മത്സരം പോലെ ആ ഒരു ഫൈനൽ പോയിന്റിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് എന്തോ അങ്ങ് ചെയ്തു തീർക്കുന്ന ഒരു പ്രവണതയുണ്ട്. അങ്ങനെ ആവരുത്. നല്ല രീതിയിൽ ഓരോ പോയിന്റുകളും അതിൽ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് എൻജോയ് ചെയ്ത് വളരെ സ്ലോ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫോർ പ്ലേയും കാര്യങ്ങളും എല്ലാം എക്സിക്യൂട്ട് ചെയ്ത് നല്ല രീതിയിൽ ആ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതുണ്ട്. ഓരോ പോയിന്റിലും അതിൻ്റെതായ എൻജോയ്മെന്റ് കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. അല്ലാണ്ട് ഒരു ഫൈനൽ പോയിന്റിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു കാര്യമായിരിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങളുടെ പങ്കാളിലോട്ട് അയച്ചു കൊടുത്തേക്ക് കണ്ടിരിക്കണം തോന്നുന്ന സുഹൃത്തുക്കൾക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. ഭാവിയിൽ കാണണമെന്നുണ്ടെങ്കിൽ സേവ് ചെയ്ത് കൂടി വെച്ചേക്കുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഫോളോ ചെയ്ത് കൂടി വെച്ചേക്കുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ ഗൈസ്.